അവളെ അറിയാവുന്ന, അവരുടെ ബന്ധത്തിന്റെ നന്മ അറിയാവുന്ന ഒരാളെന്ന് ഞാൻ പറഞ്ഞില്ലേ. നന്ദന് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ചു. താരയ്ക്കൊരിക്കലും ദേവിയാകാൻ പറ്റിയില്ലെന്ന് എനിക്കറിയാം. കൊച്ചമ്മ എന്തായി പറയുന്നത്? എന്റെ മനസ്സിന്റെ ആഗ്രഹം, എവിടെയോ ഇരുന്ന് ഇതെല്ലാം കാണുന്ന എന്റെ സണ്ണിക്കുട്ടിയുടെ ആഗ്രഹം. മറ്റാര് പറഞ്ഞാലും മനസ്സിലാക്കാം. അച്ഛനും എന്നോടിത് പറഞ്ഞാലോ? നീ എന്താണ് മനസ്സിലാക്കാത്തത്? That's only practical solution for the whole mental agony. വേണ്ട അച്ചായ, അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്. എന്നെ നിർബന്ധിക്കരുത്. നീ നിന്റെ വികാരങ്ങൾക്ക് മാത്രമേ സ്ഥാനം കൊടുക്കുന്നുള്ളൂ. യു ആർ സെൽഫിഷ്. ഐ ഷുഡ് സേ യു ആർ സെൽഫിഷ് താര. ഒന്നുമില്ലെങ്കിലും ഈ അച്ചായൻ നിന്നെ എടുത്തു വളർത്തിയല്ലേ മോളെ. നീ അപ്പച്ചനെയും അമ്മച്ചയും ഈ വീടിനെയും എന്നെയും മറന്നിരിക്കുകയാണ്. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ആ ജനലും തുറക്കാമോ? കുറച്ച് വെളിച്ചം കയറട്ടെ. എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് പറയാൻ തോന്നുന്നില്ല. അടുക്കും ചിട്ടയില്ലാതെ കിടക്കുന്ന ജീവനുള്ള കുറേ വാക്കുകൾ. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? എന്താ താര? റെഡി? ഈ തൊപ്പിയാണ് ശല്യം. തൊപ്പി എനിക്കും വേണ്ട. ഈ പുല്ലും വേണ്ട. എന്നാ എനിക്കും വേണ്ട. ഒരു മിനിറ്റ്. മനസ്സിലിരിക്കണം മനുഷ്യ. അയ്യോ, താര 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 ഏയ് താര
തനിക്ക എല്ലാരും എന്നോട് കല്യാണം കഴിക്കാൻ പറയുന്നു. അപ്പച്ചൻ പറഞ്ഞു, കൊച്ചമ്മ പറഞ്ഞു, അച്ചായൻ പറഞ്ഞു, വിനോദ് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം സണ്ണിച്ച? എന്നോട് എന്തെങ്കിലും ഒന്ന് പറയൂ സണ്ണിച്ച. പോകാൻ തരാം. നേരെ ഒരുപാടായി. ഇനിയും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? എനിക്കറിയാം, എനിക്കൊരിക്കലും സണ്ണിയാകാൻ പറ്റില്ല, താരക്കൊരിക്കലും ദേവിയും. പക്ഷെ നമ്മൾ രണ്ടുപേരും സ്വയം ഇങ്ങനെ ഒതുങ്ങി നശിക്കണം. കൈമാറാൻ കുറെ ഓർമ്മകളെങ്കിലും നമുക്കില്ലേ? ആ ഓർമ്മകളുമായി നമുക്കൊരുമിച്ച് എവിടെയെങ്കിലും ഒതുങ്ങിക്കഴിയാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. വരൂ, പോകാം. വരൂ. ചേച്ചി ഇന്നലെ രാത്രി കൊണ്ട് കാണുന്നില്ല. മോളെ എല്ലായിടത്തും അന്വേഷിച്ചു. എനിക്ക് ഒരു സമാധാനമില്ല. പോലീസ് സ്റ്റേഷന് മാത്രം അന്വേഷിച്ചാൽ എങ്ങനെ? നിങ്ങളല്ല റിലേറ്റീവ്സിന്റെ വീട്ടിലും പോയി അന്വേഷിക്കണം. കാണുന്നില്ലെങ്കിൽ കാണണ്ട. കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ കൂടെ നടന്ന് സൂക്ഷിക്കാൻ. ദേവിയുടെ റെസിഗ്നേഷൻ ലെറ്റർ കിട്ടി. എന്ത് പറ്റിയ കുട്ടിക്ക്? ദേവി ഇപ്പൊ വിളിച്ചിരുന്നു എയർപോർട്ടിൽ നിന്ന്. രാവിലത്തെ ഫ്ലൈറ്റിൽ അവൾ മടങ്ങി പോവുകയാണ് ഭർത്താവിന്റെ അടുത്തേക്ക്. ദേവി, പോവുകയാണല്ലേ? ഒന്ന് യാത്ര പോലും പറയാതെ? മോളെ, ഒരു മനുഷ്യായുസിന് എത്രയോ ജന്മങ്ങളുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ ജന്മമായിരിക്കും. ഈ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്താലേ അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിക്കാൻ കഴിയും. അടുത്ത ജന്മത്തിലെങ്കിലും നമുക്കൊന്നാകട്ടെ മോളെ. നമ്മുടെ ബ്ലൂ നിറമുള്ള ഫർണിച്ചറില്ലാത്ത 3 കുരങ്ങന്മാരുള്ള വീട്, 3 സീറ്റർ കാർ. Be practical. Be a good wife. ദേവി, ഞങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തി. Congratulations, sir. All the best. എന്തിനാ വിഷമിക്കുന്നത്? അല്ലേ നന്ദ, 10-20 കൊല്ലം കഴിയുമ്പം നീ ഒരു അപ്പൂപ്പനും ഇവർ രണ്ടുപേരും അമ്മുവും ആരും ഒക്കെ ആവും. അന്ന് തിരിഞ്ഞു നോക്കുമ്പം പൊട്ടിച്ചിരിക്കാനേ തോന്നുകയുള്ളൂ. ആ പൊട്ടിച്ചിരിയാണ് ജീവിതം എന്നറിയാൻ. ദേവി നല്ലൊരു ഭാര്യയാണ്. നന്ദ, എന്റെ താരയെ പൊന്നുപോലെ നോക്കിക്കോണേ അലയാ. താര, തണ്ണിച്ചന് ഇവിടെ ഉണ്ട് മോളെ. ഓൾ ദി ബെസ്റ്റ്.